അടിപൊളി സ്വീറ്റ്സ് ഉണ്ടാക്കിയാലോ? അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മധുരമുള്ള റെസിപ്പി ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി സ്വീറ്റ്സ് ആയിട്ടാണ് ഞങ്ങൾ കൂടിയാണല്ലോ. അപ്പൊ നല്ലൊരു ടേസ്റ്റ് റെസിപ്പി അതാണ് ഞങ്ങൾ ഉണ്ടാക്കിക്കണേ. പിന്നെ നമുക്ക് തീ പോലും കത്തിക്കണ്ട കേട്ടോ, അത് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ്സ് ആണ്. അപ്പൊ തീ കത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മധുരമാണ് കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. നമ്മളിപ്പോ റെസിപ്പി കാണിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു സംസാരമൊക്കെ സംസാരിക്കണ്ടല്ലോ, വെറുതെ തള്ളി വിടുക അല്ലാന്നുണ്ടെങ്കിൽ പറയാം വെറുപ്പിക്കുക എന്നൊക്കെ പറയും. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതോടുകൂടി ഞങ്ങളോട് ഞങ്ങളിപ്പോ വെറുപ്പിക്കുകയാണെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ആകപ്പാടെ ബോറടിക്കുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞങ്ങൾ നിലാക്ക പണിക്ക് നിൽക്കൂല. അപ്പോ നമ്മൾ റെസിപ്പി മാത്രം കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഞാനൊരു ചേഞ്ചിന് വേണ്ടി നമ്മുടെ ചാനലിൽ കുറച്ചും കൂടി ഒക്കെ കിരണം ആശയം വിരണം പ്രശോഭിതം വിധാനം. ഈ പാട്ട് പഠിഞ്ഞേ അതോ ശരി, അങ്ങനെ പഠിച്ച പാട്ടാല്ലേ. അപ്പൊ നമ്മള് നല്ല ചാനൽ ചേഞ്ച് ആയിക്കോട്ടെ, അതുപോലെ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട്, അപ്പൊ അതുപോലെയാണ് കുട്ടികളൊക്കെ ചാനലിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല, ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നമ്മള് പിന്നെ ഇങ്ങനെ ചെയ്യില്ല. എന്താ മയത്ത് കളിച്ചോണ്ടൊന്നും ഞാനും റിവിഷൻ ചെയ്യലുണ്ട്. എങ്ങനെയാണെന്നറിയോ, മഴ പെയ്യുമ്പോഴേ, പണ്ട് പറഞ്ഞാൽ അത്ര പണ്ടൊന്നല്ല, ഇപ്പം ചെയ്യലുണ്ട്. ഈ മഴ പെയ്യുമ്പോ ഇതില്ലാത്ത സമയത്ത് ഇത് അന്ന് ദിവസം അന്ന് മഴ പെയ്തതാണ്. അപ്പൊ ഞാൻ മേലൊക്കെ പോയി, നേരെ ടെറസിന്റെ മുകളിൽ നിന്ന് കുറെ നേരം മഴത്തൊക്കെ കളിച്ചു. പിന്നെ ഒരു ഇടി അങ്ങോട്ട് പൊട്ടി. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, വേഗം ഒക്കെ ഇറങ്ങിയിട്ട് അപ്പൊ ഞാൻ കളിച്ചു. പിന്നെ പപ്പ മുമ്പ് ഞങ്ങൾ കൊറേ കഴിഞ്ഞിട്ട് പപ്പ എണീച്ച് വന്നിട്ട് സിറ്റ് ഔത്തുന്ന്. അപ്പൊ ഇപ്പഴും മഴ പെയ്യാറുണ്ട്. മഴത്ത് പോയി കളിച്ചിട്ട് ഇപ്പൊ എന്താ ഉണ്ടായി? കുറച്ച് ദിവസം മുമ്പ് പനി ഉണ്ടായില്ലേ? വന്നിട്ട് പിന്നെ ഓരോട് കുട്ടികളോട് മഴത്ത് കളിക്കാൻ പറയാ, ഓൾക്ക് പനി ഉണ്ടാവില്ലേ? പിന്നെ പനിയൊന്നും ഉണ്ടാവില്ല, മഴയൊക്കെ നാച്ചുറൽ അല്ലേ. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ കൊള്ളണം. മഴയൊന്നും കൊള്ളാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴയൊക്കെ കൊള്ളുമ്പോ പനി അസുഖം ഉണ്ടാവുക. ഞാൻ ചെറുപ്പത്തില് ഇനി ഈ മഴത്തൊന്നും കൊള്ളിച്ചിങ്ങനെ കേട്ടോ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ചെറുതായിട്ട് മഴ എന്തേലും കൊണ്ടാ അപ്പ പനിയോ ജലദോഷം എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കൊറേ കാലമായിട്ട് പനിയൊക്കെ ഉണ്ടായിട്ട് ഇനി ഉണ്ടാകാതിരിക്കട്ടെ. എങ്ങനെയാണെന്നറിയോ, പനി ഇപ്പൊ കൊറേ കാലമായി പനി കൊണ്ടിട്ട്. അപ്പൊ നമ്മുടെ ഈ റെസിപ്പി എന്ന് പറയുന്നത് ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ എന്ന് കരുതിയിട്ടല്ല, പക്ഷെ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാം. അത് സിമ്പിൾ ആണ്, തീ പോലും കത്തിക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് തന്നെ നമ്മള് ഫാദേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഡേയും കൂടി ആണല്ലോ, നമുക്ക് നമ്മുടെ ഫാദേഴ്സിനൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യേക്കാം. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഈ പേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 250 ഗ്രാം ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് പാർലേജിയുടെ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ബിസ്ക്കറ്റെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് 2 ട്രിപ്സ് ആയിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബിസ്ക്കറ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ബിസ്ക്കറ്റും ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഈ ബിസ്ക്കറ്റ് പൊടിച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ആൾറെഡി ബിസ്ക്കറ്റിൽ പഞ്ചസാര ഉണ്ട്, പക്ഷെ നമ്മൾ പേടയാണല്ലോ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ചെറിയ ഏലക്കയുടെ കുരു കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടിച്ചിട്ടുള്ള ഏലക്കയും പഞ്ചസാരയും നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങ ചിരവിയതാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 മുറി തേങ്ങ ചിരവിയതാണ് ഞാൻ ചേർക്കുന്നത്. കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങ ചിരവിയത്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് നമ്മളിത് കുഴച്ചെടുത്താലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ സ്വീറ്റ്സ് ഒക്കെ ആകുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ചേർക്കണം.
നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാലാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിപ്പോൾ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്നും വേണ്ടിയല്ല, ഒരു 1/4 കപ്പ് പാലൊക്കെ മതിയാവും നമുക്ക്. അപ്പോൾ പാല് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ച് നോക്കുക. നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവാവുന്നത് വരെ മാത്രം പാല് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ പാല് ചേർക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ സീഡ്സ് കുറേ കാലം കേടുകൂടാതിരിക്കും. അപ്പോൾ പാലൊക്കെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ സോഫ്റ്റ് ആവുന്ന പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ലൊരു ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ ഒരു വിരൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ കുഴിയിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ചെറിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഇതിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സീഡ്സ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിക്ക് പകരം എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. നട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് വെക്കാതെ നമുക്ക് ഇതുപോലെ ചെറിയ ഒരു സീഡ്സ് ആക്കി വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സൈസിലാണോ സീഡ്സ് വേണ്ടത് ആ സൈസിൽ ആദ്യം ബോൾസ് ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മളെ ഈ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെസേർട്ട് അല്ല, ഡെസേർട്ട് സീഡ്സ് പേട, ബിസ്ക്കറ്റ് പേട. ഇത് തിന്നോക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല രസമാണ്. കൊറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഋഷൊക്കെ മോളും ഉണ്ടാക്കി വെച്ച ഉടനെ തന്നെ ഒക്കെ എടുത്ത് കഴിച്ചതാണ്. ഇത് ശരിക്കും ഒരു വാങ്ങണ ഇങ്ങനത്തെ എന്തോ ഒന്നുണ്ട്. ഇങ്ങനത്തെ സംഭവം കാണാനൊക്കെ തന്നെ അതിന്റെ ടേസ്റ്റിന്റെ പോലെ. പക്ഷെ എന്റെ സാധനം ഓർമ്മ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ശരിയാണ്. പിന്നെ കൂടെ ബെൽ ബട്ടൺ അതല്ലേ, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പൊ അതൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയിങ്ങാണ്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലേ കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ. പിന്നെ എന്താണെന്ന് അറിയാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടെ. നിങ്ങളുടെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.